ഭക്തി ഇല്ലാത്തവർ എനിക്ക് തന്നാല് നമേ ദോഷായ കൽപ്പത, എന്നെ അത് സന്തോഷിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ഞാൻ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായിരിക്കുന്ന കാര്യമാണിത്. നമ്മൾ ഭാഗവതം കേട്ടവരാണ്, ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അത് ഉൾക്കൊള്ളേണ്ടതാണ് മനസ്സിലെന്നാണ്. നമ്മളൊക്കെ നിസ്സാരമായിരിക്കുന്ന എന്തെങ്കിലും ഭഗവാന് നമ്മൾ കൊടുക്കുന്നതൊക്കെ ഭഗവാനാണ്, അല്ലേ? അങ്ങനെയല്ലേ പറച്ചില്? ഞാൻ ഇത് കൊടുത്തു ഭഗവാന്, ഞാൻ അത് കൊടുത്തു ഭഗവാന്, ഞാൻ ഇങ്ങനെ കൊടുത്തു അങ്ങനെ കൊടുത്തു, ഇത്ര കിലോ നെയ്യ് കൊടുത്തു, ക്ഷേത്രത്തിന് അത് കൊടുത്തു, ക്ഷേത്രത്തിന് ഇത് കൊടുത്തു, ഭഗവാന്റെ ക്ഷേത്രത്തിന് കൊടുത്തു എന്നാ. ഭഗവാന്റെ ക്ഷേത്രമാണോ? ഭഗവാൻ ഇപ്പൊ ഈ ക്ഷേത്രം ഇല്ലെങ്കിൽ ഭഗവാന്റെ കാര്യമില്ല, കഷ്ടത്തിലാവും. ഭഗവാന് ഞാനാണ് ഒരു കിലോ ഒരു ചാക്ക് അരി കൊടുത്തിരിക്കുന്നത്. എന്തിനാ? ഭഗവാന് ചോറ് വെച്ചുണ്ടാൻ ഇല്ലേ? ഇത് കിട്ടിയിട്ട് വേണം ഭഗവാൻ ഇപ്പൊ ഉണ്ട് വിശപ്പടക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്ന ഭാവം കേട്ടാൽ തോന്നുക. ഈ കൊടുക്കണതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്ത് കാരണം? അതിന്റെ ഫലം ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ചാക്ക് തന്നിട്ടുണ്ട് കേട്ടോ, ഇന്ന ആവശ്യമുണ്ട് ഇവിടെ, ഇങ്ങോട്ട് നോക്കിക്കൊള്ളണം പറഞ്ഞിട്ടല്ലേ കൊടുക്കണേ. അപ്പൊ എന്ത് കൊടുക്കുമ്പോഴും അതെല്ലാം ഭഗവാന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള ഭാവം തന്നെ തെറ്റാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ളത് സകലതും ഈ ചാക്കിൽ അരി കൊടുക്കാൻ എങ്ങനെ ഉണ്ടായത്? എവിടെ നിന്ന് ഉണ്ടായത്? ഭഗവാന്റെ കൃപ തന്നെയാണ് ഇത് മേടിക്കാൻ പറ്റിയതും. അത് ഞാൻ പണിയെടുത്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് മേടിച്ചതാണ്. ഈ ജോലി ചെയ്തത് എങ്ങനെയാണ്? ഇതിന് പോവാൻ പറ്റിയത് എങ്ങനെയാണ്? അതിനുള്ള ശക്തി ഉണ്ടായത് എങ്ങനെയാണ്? പണം വന്നത് എങ്ങനെയാണ്? ആ പണം കൊണ്ട് മേടിച്ച ആ ചാക്കിലരിയുടെ കൊണ്ടുവരാൻ പറ്റിയത് എങ്ങനെയാണ്? ഇതിലൊക്കെ ഭഗവാന്റെ ഒരു കൃപയുണ്ടെന്ന്. പഞ്ചപ്രാണ സ്വരൂപനായിട്ട് സഞ്ജീവയഖില ശക്തിധര സദാംന അന്യാസചരണ ശ്രവണത്വഗാധി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണനായിട്ട് എൻ്റെ ഉള്ളില് ആ പുരുഷൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തെളിയിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അവിടെ കിടക്കും, അല്ലേ? സാധിക്കുമോ? ഇല്ല. തല പൊങ്ങണില്ല. ഞാൻ അറിഞ്ഞൂടെ, ഭയങ്കര തലവേദന, തല പൊക്കാൻ പറ്റണം. ഈ തല പൊക്കിയാലല്ലേ കട്ടിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈ തല പൊങ്ങണമെങ്കിൽ എന്ത് വേണം? അവിടെ ശക്തി വന്ന് പൊക്കണം. എണീറ്റോളൂ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് കഴിയുമ്പോൾ ഞാൻ എണീറ്റു. പിന്നെ തുടങ്ങായി അന്നത്തെ രാവിലെ മുതൽ 3 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കുന്ന ഓട്ടവും ചാട്ടവും ബഹളവും പറച്ചിലും ഇരിപ്പും നടപ്പും കിടപ്പും ഇങ്ങനെ രാത്രി 11 മണി വരെ ഇത് തന്നെ. അപ്പൊ ഇതിനൊക്കെ കഴിയുന്നത് ഭഗവാന്റെ കൃപയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും. ക്ഷേത്രത്തിലേക്ക് ചെയ്താൽ ഒരു കൂട്ടായ്മ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു മനസ്സിന് ഐക്യമില്ലാതെ, എല്ലാം എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടിയിട്ട് ഞാനെന്ന ഭാവത്തിലൊക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ ദുരിതം ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു ആളുകളെന്ന്. കാരണം ഇതൊന്നും ഭഗവാൻ എടുക്കുന്നില്ല, അതിലേക്ക് ചേരണില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നില്ല. കലഹിച്ചിട്ടും മത്സരിച്ചും പരസ്പരമുള്ളതായിരിക്കുന്ന ബഹുമാനമില്ലാതെയും അന്യോന്യമുള്ളതായിരിക്കുന്ന പഴിചാരലും ഞാനാണ് കേവലെന്ന ഭാവവും നീ കുറച്ച് ചെറുതാണെന്നുള്ള ഭാവവും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കർമ്മങ്ങളും അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. നമേ ദോഷായ കൽപ്പത് വീണ്ടും പറഞ്ഞു. അതുകൊണ്ട് എന്താ വേണ്ടത്? എനിക്ക് കൊണ്ടുവന്നത് എന്തായാലും ഞാൻ സ്വീകരിക്കും, തന്നോളൂ എന്ന് പറഞ്ഞു. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഒരാളോട് ചോദിക്കുക. ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് ഭഗവാൻ ഒന്നും വേണ്ടെന്ന്. പിന്നെ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കണേ? തരൂ 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 എന്ന് പറഞ്ഞിട്ട് എന്തിനാ നിർബന്ധിക്കണേ? ഈ വന്ന ആൾക്ക് ധനത്തിന്റെ ആവശ്യമൊന്നുമില്ല, കുചേലന് ഇതൊന്നും വേണ്ട, സമ്പത്തൊന്നും വേണ്ട. പക്ഷെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കാലങ്ങളായിട്ട് കുറച്ച് സമ്പത്ത് ഉണ്ടാവാൻ, തൻ്റെ കുട്ടികളെ ഒന്ന് നല്ല രീതിയിൽ വളർത്താൻ, വീട്ടിലെ ദാരിദ്ര്യം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്പത്ത് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സേവിക്കുന്ന കുചേല പത്നിയുണ്ട്. അവർക്കിത് കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം. പക്ഷെ അതിനെന്താ വേണ്ടത്? ഈ കയ്യിലിരിക്കണത് കിട്ടിയാലേ പറ്റുള്ളൂ എന്നാ, എങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ ദിവസങ്ങളായിട്ട് ധനത്തിന് വേണ്ടിയിട്ട് തന്നെ സേവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന സമ്പത്തിനെ കൊടുക്കണം. തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടത് എന്താ? സമ്പത്തൊന്നും അല്ല. അത് കൊടുക്കണമെങ്കിലും ഈ കയ്യിൽ ചുറ്റി പിടിച്ചിരിക്കണത് കിട്ടണമെന്നാ.
ദേവന്മാർക്ക് പോലും അലഭ്യമായിരിക്കുന്ന സമ്പത്തിനെയാണ് തൻ്റെ ഭക്തന് കൊടുക്കേണ്ടത്. പത്നിക്കാണെങ്കിൽ ലോകത്തുമായി ബന്ധപ്പെട്ട സമ്പത്തിനെ പണം കൊടുക്കണം. രണ്ടിനും ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ളതായിരിക്കുന്ന എന്തോ അതിങ്ങോട്ട് കിട്ടിയാലേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കണതെന്നാണ്. പലതവണ ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല. ഭഗവാന് മനസ്സിലായി ചോദിച്ചിട്ട് കാര്യമില്ല, തരൂല. എന്നാൽ പിന്നെ പിടിച്ചു വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. ഭഗവാൻ അങ്ങനെയും കൂടെ ഒരു സ്വഭാവം ഉണ്ടെന്നാ. ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു മേടിക്കും ചിലപ്പോ. അപ്പൊ പിടിച്ചു മേടിക്കാൻ തുടങ്ങി. യുദ്ധം വിചിന്യവസന ചീരബന്ധാദി ജന്മന സ്വയം ജകാരകിമിതമിതി പൃഥുക തണ്ടുല. ഇങ്ങനെ പറഞ്ഞിട്ട് സുധാ